മ്യൂട്ടാണ് പാസ്റ്റർ, മ്യൂട്ടാണ്. Okay, can you hear? Can you hear? Yes, yes. കേൾക്കാം. Extremely sorry. ഇവിടെ മഴയുടെ പ്രശ്നം വന്നപ്പോൾ തന്നെ നെറ്റിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ഞാനത് അടുത്ത ദിവസം സൗണ്ട് കുറവാണേ. ഇപ്പൊ കേൾക്കാൻ പറ്റുമോ? സൗണ്ട് കുറവാ. ഇല്ല, കേൾക്കാനുണ്ട്. കേൾക്കാം. ഓക്കെ. ഓക്കെ. നമ്മളൊരു നല്ല കാര്യം പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പ്രശ്നമായി. ഓക്കെ. പോരാട്ടമാണോ? ഇതൊരു പോരാട്ടമല്ല. ഇതിനകത്ത് പോരാട്ടമൊന്നുമില്ല. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ പോയൊരു ഇത് വന്നിട്ടുണ്ട്. ഇപ്പൊ കാണാം. കുറച്ചും ആ ഹോസ്റ്റിംഗ് എന്റെ ഇതിലേക്ക് വന്നായിരുന്നു. രണ്ടുപേരെ അഡ്മിറ്റ് ചെയ്യണമായിരുന്നു. ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആണോ? ശരി ശരി. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് these all people are no okay, now I got it. നമ്മൾ so ഞാൻ പറഞ്ഞല്ലോ from the beginning onwards. സൗണ്ട് കുറവാണ് തോന്നുന്നില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് കൂട്ടാൻ പറ്റുമോ? കേൾക്കാം. നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നോണം തന്നെ ഉണ്ട് സൗണ്ട്. കിട്ടുന്നുണ്ട്. സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങ് മ്യൂട്ട് ചെയ്തോ. ആളുകൾ എല്ലാരും മ്യൂട്ട് ചെയ്താട്ടെ. ഓക്കെ. സോ ലിസൺ. സോ നമ്മൾ ഈ ബിഗിനിങ് മുതൽ ഇവരാരും തന്നെ നമ്മൾ കൊണ്ടുവരുന്നത് ഇവരാരും, അതായത് ഒരു വിശുദ്ധന്മാരും ഈ ബൈബിളിലെ ഒരു കഥാപാത്രവും നമ്മൾ ഈ ഇരിക്കുന്ന ആളുകൾ ദൈവത്തെ അറിഞ്ഞ പോലെ അല്ല അവരാരും ദൈവത്തെ അറിഞ്ഞു. ആമേൻ. നമ്മൾ അറിഞ്ഞതുപോലെ അല്ല ഇവരാരും ദൈവത്തെ അറിഞ്ഞു. അതുകൊണ്ടാണ് അവർ ബൈബിളിൽ ചരിത്രത്തെ രചിച്ചത്. നമ്മൾ അറിഞ്ഞതുപോലെ അല്ല അവരാരും ദൈവത്തെ അറിഞ്ഞു. അവരറിഞ്ഞ അറിവിനാൽ അവർ വിശുദ്ധ ബൈബിളിന്റെ ചരിത്രം രചിച്ചു. ലോകത്തിന് ജനറേഷന് വേണ്ടി ചരിത്രം രചിച്ചു. തീർന്നില്ല. ഇവര് ഈ നിലയിലാണ്. ഇപ്പൊ ആദിമസഭ, ഞാൻ പറഞ്ഞു ആദിമസഭയുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? ഇല്ല. പക്ഷെ ആദിമസഭ ലോകത്തെ കീഴ്മേൽ മറിച്ചു. സാമ്രാജ്യങ്ങൾ അവരുടെ മുമ്പിൽ വിറച്ചു. നേതാക്കന്മാർ, വലിയ വലിയ സാമ്രാജ്യത്തിന്റെ അധിപന്മാർ ക്രിസ്തീയ വിശ്വാസത്തിന്റെ മുമ്പിൽ അടിയറോ പറഞ്ഞു. കാരണം ഓരോ ക്രിസ്ത്യാനികളും ഓരോ മിസ്റ്റിക്കുകളായിരുന്നു. ഞാൻ മിസ്റ്റിക് എന്താന്ന് ഞാൻ പറയാം. ഓരോ മിസ്റ്റിക്കുകളായിരുന്നു. ഇത് തുടർന്ന് കാലങ്ങൾ പലത് കഴിഞ്ഞ് നമുക്കറിയാം ചർച്ച് രണ്ടായിട്ട് ഡിവൈഡായി. ഒന്ന് വെസ്റ്റേൺ ചർച്ചും ഈസ്റ്റേൺ ചർച്ചും. ഈസ്റ്റേൺ ചർച്ച് ഈ കോണ്ടംപ്ലേറ്റീവ് പ്രയറിൽ, അതായത് മിസ്റ്റിക്കൽ പ്രയറിൽ തുടർന്നു. പക്ഷെ വെസ്റ്റേൺ ഗോസ്പൽ വേറൊരു നിലയിൽ ഒരു ഗ്നോസ്റ്റിക് വേയിൽ പോയി. റിഫോർമേഷൻ, ഇത് ശ്രദ്ധിക്കണം, റിഫോർമേഷന്റെ കാലം വന്നപ്പോ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. റിഫോർമേഷൻ, അതായത് മാർട്ടിൻ ലൂതറിന്റെ കാലം വന്നപ്പോ മുതൽ ചർച്ച് ഗോയിങ് ബാക്ക് ടു ബൈബിൾ, ഇത് ശ്രദ്ധിക്കണം, ഗോയിങ് ബാക്ക് ടു ബൈബിൾ, ബൈബിളിലേക്ക് തിരികെ പോകുക എന്ന ഒരു തീം സഭയിൽ അവതരിക്കപ്പെട്ടു. ബൈബിളിലേക്ക് തിരിച്ചു പോവുക. മനസ്സിലാണോ? അതുവരെ, അതായത് ഈ റിഫോർമേഷന്റെ കാലം വരെ, ഞാൻ പറയാം സഭകൾക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ വിടുക. തിയോളജിക്കൽ പ്രോബ്ലം, ഡോക്ടറിനൽ പ്രോബ്ലം ഒത്തിരി ഉണ്ട്, അതിലേക്ക് നമ്മൾ പോകണ്ട. പക്ഷേ റിഫോർമേഷന് മുമ്പുള്ള കാലം മുഴുവൻ
ക്രിസ്തീയ സഭ, വിശ്വാസ വീരന്മാർ, വിശുദ്ധന്മാർ, സഭാപിതാക്കന്മാർ, മിസ്റ്റിക്കുകൾ, എല്ലാ സെയിൻസും അവർ 100% they were turning to God ആയിരുന്നു. ടേണിംഗ് ടു ഗോഡ്. ദൈവത്തിങ്കിലേക്ക് തിരിയുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നായിരുന്നു അവരുടെ മെസ്സേജ്. ആമേൻ. പക്ഷെ റിഫോർമേഷന്റെ ടൈം വന്നപ്പോ ലൂതർ മുതൽ ഇങ്ങോട്ട് പ്രസംഗിച്ചു ടേൺ ടു ബൈബിൾ, ടേൺ ടു ബൈബിൾ, ടേൺ ടു ബൈബിൾ എന്നായി. അപ്പൊ ബൈബിളിലേക്ക് തിരിയുക എന്നായി. അപ്പൊ ബൈബിളിലേക്ക് തിരിഞ്ഞപ്പോ നമുക്ക് തിയറി കിട്ടി, നമുക്ക് ഡോക്ട്രിൻ കിട്ടി. ദൈവത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഡോക്ട്രിൻ അല്ല, നമുക്ക് ലഭിക്കുന്നത് എക്സ്പീരിയൻസ് ആണ്. ആമേൻ. If you turn towards Bible, you will get theology. You will get theology. If you turn back to God, you will get mystical experience, that is unity with God, unity in God. So, what is mysticism? നമ്മൾ ചോദിക്കാം, ഞങ്ങളിപ്പോൾ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്, ദിസ് ഏൻഷ്യൻ മിസ്റ്റിസിസം. വാട്ട് ഈസ് മിസ്റ്റിസിസം? Mysticism means united with God. Unity with God. Unity with God means experientially indwelling with God. That is mysticism. Amen. ഞാനത് മനസ്സിലാക്കിക്കാനായിട്ട് ഒരു ബൈബിളിലെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുപോകാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്തോ. നമ്മൾ ആ ഭാഗത്ത് നിന്നുകൊണ്ടായിരിക്കും അങ്ങോട്ടുള്ള യാത്രയിൽ എല്ലാം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജോൺ, ഞാൻ പറഞ്ഞല്ലോ, ദ ഗോസ്പൽ ഓഫ് ജോൺ. നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഞാൻ ഗോസ്പൽ ഓഫ് ജോൺ എടുക്കും. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 17 വേഴ്സ് 3. നിങ്ങൾക്ക് ന്യൂ ടെസ്റ്റ്മെന്റിലെ ഏറ്റവും മോസ്റ്റ് മിസ്റ്റിക്കൽ വേർഡ് ഇൻ ദ ബൈബിൾ, ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് ഗ്ലോറിയസ് ആൻഡ് മിസ്റ്റിക്കൽ വേർഡ് ഇൻ ദ ബൈബിൾ ഇസ് ജോൺ ചാപ്റ്റർ 17 വേഴ്സ് 3. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. And this is eternal life, that they should know thee, the only true God, and him who thou didst send, Jesus Christ. ഏക സത്യ ദൈവമായ നിന്നെയും. ഇത് ജീസസ് ക്രൈസ്റ്റിന്റെ പ്രയർ ആണ്, പ്രീസ്ലി പ്രയർ. നിങ്ങൾക്കറിയാം, ക്രൈസ്റ്റിന് ഒരുപാട് പ്രാർത്ഥനയുണ്ട്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്റ്റിക്കൽ പ്രയർ ആയി. ഇത് മിസ്റ്റിക്കൽ പ്രയർ ആണെന്നതിന്റെ കാരണം ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. ഞാൻ ഒരു കാര്യം പറയാം, ഇതിനകത്ത് ഈ സ്കൂളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും യു ഷുഡ് റീഡ് ജോൺ ചാപ്റ്റർ 17 ആൻഡ് യു ഷുഡ് മെഡിറ്റേറ്റ് ഇറ്റ്. ഇതൊരു കടലിനേക്കാളും ഡീപ്പറാണ് ഈ അധ്യായം. അതിനകത്ത് ഒരു കുഞ്ഞു വേർഡ് പോലും നിങ്ങൾ മാറ്റി വെക്കണ്ട, വളരെ സൂക്ഷ്മമായിട്ട് ധ്യാനിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം. ഞാൻ ഈ വാക്യത്തെ വെച്ചുകൊണ്ട് തന്നെ പറയാം. അതായത് ഒരു വേദപുസ്തകത്തിന്റെ പഠിതാക്കളും ഇതെല്ലാവരും കേൾക്കണം. ഒരു വേദപുസ്തകത്തിന്റെ എഴുത്തുകാരും, അത് പൗലോസ് ആകട്ടെ, അപ്പോസ്തലൻ യോഹന്നാൻ ആകട്ടെ, പത്രോസ് ആകട്ടെ, ഒറ്റ അപ്പോസ്തലനും ജനങ്ങൾ അവരെഴുതുന്ന ലേഖനങ്ങളിലേക്ക് തിരിയാൻ ആവശ്യപ്പെട്ടിട്ടില്ല. Can you get me? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അവർ ഒരാൾ പോലും പറഞ്ഞില്ല ഞങ്ങൾ എഴുതിയ ലേഖനത്തിലേക്ക് നോക്കുവിൻ എന്ന് പറഞ്ഞിട്ടില്ല. അവർ ആ ലേഖനത്തിലൂടെ ദൈവത്തിലോട്ട് തിരിയാനാ പറഞ്ഞത്. ആമേൻ. അവരൊരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിലൂടെ അവർ ആ ജനതയോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? Turn to God, knowing God, dwell with God, dwell in God. ദൈവത്തിൽ ജീവിക്കുക, ദൈവത്തെ അറിയുക, ദൈവത്തെ മനസ്സിലാക്കുക, ദൈവവുമായി നിങ്ങളുടെ സമയം ചെലവിടുക. അപ്പം ലേഖനങ്ങളാകട്ടെ, സുവിശേഷമാകട്ടെ, സകല പുസ്തകമാകട്ടെ, അതിന്റെ അൾട്ടിമേറ്റ് ഗോൾ ആസ്കിങ് പീപ്പിൾ ടു ടേൺ ടു ഗോഡ് ആണ്. അല്ലാതെ ഒരിക്കലും പൗലോസ് 14 ലേഖനം എഴുതിയിട്ട് യു ടേൺ ടുവേർഡ്സ് മൈ എപ്പിസിൽസ് എന്നല്ല. അപ്പൊ ഓരോ എപ്പിസിൽസിന്റെയും ഓരോ ഗോസ്പലിന്റെയും പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ജനത ദൈവത്തിലേക്ക് തിരിയുക. ഈ ദൈവത്തിലേക്ക് തിരിയുക എന്ന വാക്കിനർത്ഥം ഞാൻ പറയാം. ഈ ജോൺ ദ ഗോസ്പൽ നമ്മൾ തുടങ്ങുന്ന ഇങ്ങനെ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട്
കൂടെ ആയിരുന്നു. വായിച്ചിട്ടില്ലേ? ദൈവത്തോട് കൂടെ എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയോ? ഫേസ് ടു ഫേസ്. ഫേസ് ടു ഫേസ് വിത്ത് ഗോഡ്. നിങ്ങൾക്കറിയുമോ ഈ ഫേസ് ടു ഫേസ് എന്ന് പറയുന്നത് ഇത് മനുഷ്യർക്ക് മാത്രം ദൈവം തന്നിരിക്കുന്ന ഒരു പ്രത്യേക ബന്ധമാണ്. ബൈബിളിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ബൈബിൾ പറയുന്നു അവരിനി രണ്ടല്ല ഒന്നത്രേ. രണ്ടല്ല ഒന്നത്രേ. അപ്പൊ ഈ ഒന്നത്ര എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ അറിയുമോ? ദേ ആർ യുണൈറ്റഡ്. ദേ ആർ യുണൈറ്റഡ് മീൻസ് ഇവർ മ്യൂച്വലി ബോഡ്ലി ഒന്നായി. ബോഡ്ലി ഒന്നാകുന്ന എങ്ങനെ? ഫേസ് ടു ഫേസ് ആണ്. ഇതാണ് അതിന്റെ ട്രൂ മീനിങ്. ഡിഡ് യു ഗെറ്റ് മീ? അതായത് ഒരു സ്ത്രീ പുരുഷ ബന്ധത്തോടുള്ള ഭൗതിക തലത്തിൽ വ്യാഖ്യാനിച്ചാൽ ആ ബന്ധത്തോട് ചേർന്ന് പോകുന്ന അതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇവിടുത്തെ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ്. ഡോണ്ട് ഫീൽ ബാഡ്. ഞാൻ അതുകൊണ്ടാണ് ഈ സ്കൂൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നടത്തുന്നത്. അപ്പൊ ക്രൈസ്റ്റ് ആൻഡ് ഫാദർ ഗോഡ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അതിന്റെ അർത്ഥം, അവര് ബോഡ്ലി ഡ്വെല്ലിംഗ് എന്നല്ല ഞാൻ പറഞ്ഞേ, ദേ ആർ മ്യൂച്വലി ഇൻഡ്വെല്ലിംഗ് ആയിരുന്നു. ആമേൻ. അപ്പം ഇഫ് യു ആർ ടേണിംഗ് ടു ഗോഡ്, യു ആർ ഗോയിങ് ടു ഹാവ് എ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി relationship with the Father God. If the husband and wife they come and united with in flesh, face to face, what will happen? Child will born, birth will happen, creation will happen. But creation and something new പുതിയത് പുറത്തു വരുന്നത് ഈ യൂണിയനിലാണ്. ആമേൻ. കുറച്ചും കൂടി ഡീപ്പറായി പോയാൽ ഫാദർ ഗോഡ് ആൻഡ് ദ സൺ ഓഫ് ഗോഡ്, ദ വേർഡ്, ദേ വേർ മ്യൂച്വലി ഇൻഡ്വെല്ലിംഗ്. മ്യൂച്വലി ഇൻഡ്വെല്ലിംഗ്. ക്യാൻ യു ഇമാജിൻ? ഈ ഇൻഡ്വെല്ലിംഗിലേക്ക് നമ്മളെ വിളിക്കുക, നിങ്ങളെ വിളിക്കുക, നിങ്ങളോട് പറയുക, എവിടെയാണോ പുത്രൻ വന്ന് പിതാവിനോട് മുഖാമുഖമായിരുന്നത് അവിടേക്ക് തിരിച്ചു വരിക. അതിനെയാണ് ഏകസത്യ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ. ഏകസത്യ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ഒരു ഹസ്ബൻഡ് ഒരു വൈഫിനെ അറിയുക എന്നുള്ളതാണ്. ഐ തിങ്ക് ഇതിനകത്ത് മോസ്റ്റ് ഓഫ് ഓൾ അഡൾട്ട് ആണ്. ഹസ്ബൻഡ് വൈഫിനെ അറിയുന്നതാണ് ഏകസത്യ ദൈവത്തെ അറിയുന്നത്. ഇറ്റ് ഈസ് എ ഇമോഷണലി, ബോഡ്ലി, മ്യൂച്വലി ഇൻഡ്വെല്ലിംഗ് ലൈഫ്. ആ ലൈഫിന്റെ പേരാണ് മിസ്റ്റിസിസം. ഇറ്റ്സ് നോയിങ് അബൌട്ട് ഗോഡ്. God is omnipotent, omniscient, omnipresent. He can do everything. God is a powerful God. That is not the truth. അതെല്ലാം ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അതല്ല അറിവ്. ഗോഡിനെ നിങ്ങൾ മുഖാമുഖമായി ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പിലേക്ക് വരിക. പിതാവിനെ അറിയുക. പിതാവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, വീണ്ടും ആവർത്തിക്കുന്നു, ഒരു സ്ത്രീ പുരുഷനെ അറിയുന്നത് പോലെ, പുരുഷൻ സ്ത്രീയെ അറിയുന്നത് പോലെയുള്ള എക്സ്പീരിയൻഷ്യൽ നോളജ്. എക്സ്പീരിയൻഷ്യൽ നോളജ്. എക്സ്പീരിയൻഷ്യൽ നോളജിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബൈബിളിൽ കാണുന്നതായ ഒരു ലൈഫ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സത്യം. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്രേ അതിനെങ്കിൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. വായിച്ചിട്ടുണ്ടോ? എത്ര പേർക്ക് ആ വാക്യം അറിയും? റോമൻസ് ചാപ്റ്റർ 4 വേഴ്സ് 6 വേഴ്സ് 14 എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ലൈഫിൽ പാപം കർത്തൃത്വം നടത്തുന്നില്ലേ? പാപമല്ല ഇപ്പൊ കർത്തൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം സ്ട്രഗിൾ ചെയ്യൂലേ? സത്യം പറ, പാപത്തിൽ സ്ട്രഗിൾ ചെയ്യാത്ത ആരാ ഉള്ളത്? പ്രസംഗിക്കുന്ന ഞാനും പറയുന്ന നമ്മളെല്ലാവരും സത്യസന്ധമായിട്ട് പറ, സ്ട്രഗിളിങ് ആണ്. എല്ലാ ദിവസവും സ്ട്രഗിളിങ്. കണ്ണ് കഴുകണേ, ഹൃദയത്തെ കഴുകണേ, നോട്ടത്തെ കഴുകണേ, ചിന്തയെ കഴുകണേ, യേശുപ്പാ കഴുകണേ എന്ന് പറഞ്ഞ് നമ്മൾ കഴുകലാണ്. നമ്മൾ ഓൾവേസ് വി ആർ ക്ലെൻസിങ് ourselves. Lord cleanse me, Lord cleanse me, Lord cleanse me, Lord. പക്ഷെ ബാക്കി എഴുതി വെച്ചേക്കുന്നത്, if you are not under law, if you are under grace, sin shall not overpower you. Sin നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തത്തില്ല.
പക്ഷെ ആ വാക്യം നമ്മളിൽ ഇന്ന് വരെ വന്നിട്ടില്ല. 31,173 വാക്യമുണ്ട്. ആ വാക്യത്തിൽ ഏതെങ്കിലും ഒരു വാക്യമെങ്കിലും സത്യസന്ധമായിട്ട് നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല പ്രിയരെ. നിരുത്സാഹപ്പെടുത്തുകയല്ല, സത്യാന്വേഷണമാണ്, യാഥാർത്ഥ്യമാണ്. പച്ചയ്ക്ക് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. നമ്മളെല്ലാം തോറ്റുപോവാ. നമ്മൾ ഇന്നൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് ജീവിക്കുന്നത്. സത്യം പറയാം, അഡ്ജസ്റ്റ് ചെയ്യല്ലേ. ഒരു പരുവത്തിന് ആരും അറിയാത്തത് കൊണ്ട് നമ്മൾ പരിശുദ്ധന്മാരാണ്. നമ്മുടെ ഇടങ്ങളുടെ ലൈഫെല്ലാം കൂടെ ദൈവം ഒരു സ്ക്രീനിൽ ഇട്ടിരുന്നെങ്കിൽ നമ്മളെ ആരെങ്കിലും നമ്മുടെ അടുത്തുപോലും ആരും വരത്തില്ല. നമ്മുടെ ചിന്തകളിലൂടെ പോയ, നമ്മുടെ വൈകാരിക തലത്തിലൂടെ പോയ ചിന്തകളെ ദൈവം ഒരു സ്ക്രീനിൽ കാട്ടിയിരുന്നെങ്കിലോ നമ്മൾ തലയെ മുണ്ടിട്ട് ഓടേണ്ടി വന്നേ. നമ്മൾ പരാജയത്തിൽ തന്നെ തലകുനിക്കേണ്ടി വന്നേ. നമുക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ ഒരു വാക്യവും അക്ഷരികമായി നമ്മളിൽ എക്സ്പീരിയൻസ്ഡ് അല്ല. ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ ഒരുവൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നല്ലേ, എന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? Tonight is a challenging night, brothers and sisters. Challenging. You're failing. We do not know about God. We know the Bible. We know the Bible verses. We can explain the Bible. We can explain the kingdom lifestyle, supernatural lifestyle, but we are not experience it. We cannot play it in the public. You know what's the problem? The problem is we do not know Father God. The most and powerful mystical verse in the Bible is John chapter 17 verse 3. Can you confess that word? ഏക സത്യ ദൈവമായ അങ്ങേ, അങ്ങ് അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ. ഈ അറിയുക എന്ന വാക്കിന്റെ അർത്ഥം യാഥ, YADA. യാഥ means knowing boldly, is sexual knowledge ആണ്. അതിന്റെ ഒറിജിനൽ അത്ര. ഒരു സ്ത്രീയും പുരുഷനും ലൈംഗികമായി അറിയുക എന്നാണ് അർത്ഥം. അത്ര ഡീപ്പറാണ് അറിവ്, അത്ര ഡീപ്പറാണ്. ഒരു മനുഷ്യരെ ഹ്യൂമാനിറ്റിയിൽ you know what is the most powerful relationship in the human life? The most powerful relationship in the human life is sex. അതിനപ്പുറത്ത് ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? ഒരു രണ്ട് മനുഷ്യരുടെ ഇടയിലുള്ള ഏറ്റവും പവർഫുൾ, സ്ട്രോങ്ങസ്റ്റ്, സോൾ ടൈങ്, സ്പിരിറ്റ് ടൈങ്, ബോഡ്ലി ടൈങ് റിലേഷൻഷിപ്പ് ഇസ് ലൈംഗികതയാണ്. ആ വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അറിയുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഇൻഫോർമേഷൻ, ഇറ്റ് ഇസ് ബോഡ്ലി യുണൈറ്റഡ്. Hello mystical saints, I am telling you, these days we are going to unite with the Daddy God just like the man and woman joined together. That means then you cannot be separated. ഇവർ രണ്ടും ഒന്നാകുമ്പോൾ പറയുന്ന ഒരു വാക്യമുണ്ട്, ഇനിയും അവർ രണ്ടല്ല ഒന്നത്രേ. ആമേൻ. അങ്ങനാണെങ്കിൽ നാമും യഹോവയായ പിതാവായ ദൈവവും തമ്മിൽ ഒന്നായി കഴിഞ്ഞാൽ ലോകം വിളിച്ചു പറയും, ഇവര് രണ്ടല്ല, ഇവരൊന്നാണ്. ഇവരൊന്നാണ്. ഇവരൊന്നാണെന്ന് പറയുന്നതിലേക്ക് നാം നയിക്കപ്പെടുകയാണ്. This is not theoretical teaching. This is not theological teaching. This is an experiential teaching. We are going to experience Father God. We are going to unite with the Father God. That is eternal life. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിത്യജീവനെ കുറിച്ച് എന്താ ചിന്തിച്ചിരിക്കുന്നത്? നമ്മുടെ ചിന്ത നിത്യജീവൻ സ്വർഗത്തിൽ പോകുമ്പോൾ കിട്ടുന്നതാണ്. നിത്യതയിൽ ജീവിക്കാൻ ലഭിക്കുന്ന ജീവനാണ് നിത്യജീവൻ എന്നാണ് നമ്മുടെ ധാരണ. അല്ല, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ ആരംഭിക്കുകയും പിന്നെ അവസാനിക്കാതിരിക്കുകയും ചെയ്യുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ, ഇഫ് യു ആർ യുണൈറ്റഡ് വിത്ത് ദ ഫാദർ ഹിയർ ഇൻ ദിസ് എർത്ത്, ഇറ്റ് വിൽ കണ്ടിന്യൂ ടിൽ ദ എറ്റർണിറ്റി. ഇവിടെ ആരംഭിക്കണം, ചത്തിട്ട് കിട്ടുന്നതല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ നിമിഷം മുതൽ നിങ്ങൾ ഉറപ്പിക്കണം, ഞാൻ നിത്യജീവന്റെ പങ്കാളിയാകാൻ പോവുകയാണ്. I am going to be a partaker of the eternal life, Zoe life. Zoe life is experientially indwelling, mutual indwelling. പിതാവ് എന്നിലും ഞാൻ പിതാവിലും. Amen. That is a climatic life. That is a എന്തോ പറയുന്നത്, അതൊരു ലൈഫിന്റെ ഒരു ക്ലൈമാക്സ്. അവിടെയാണ് ജോയ് പൊട്ടിപ്പുറപ്പെടുന്നത്.
അവിടെയാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്, അവിടെയാണ് രൂപാന്തരം സംഭവിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, ഇഫ് യു ആർ യുണൈറ്റഡ് വിത്ത് ഗോഡ്, ദൈവത്തിലുള്ളത് നിങ്ങളിലേക്ക് പകരപ്പെടും. നിങ്ങളിലേക്ക് ദൈവത്തിലുള്ളത് പകരപ്പെട്ടാൽ നിങ്ങളിലുള്ള സകലതും ഔട്ടാവും. സകലം ഔട്ടാവും. നമ്മുടെ സെൽഫ് ലൈഫ്, പ്രൗഡ്, ബിറ്റർ ലൈഫ്, സ്വാർത്ഥ ജീവിതം, താഴ്മയില്ലാത്ത നമ്മുടെ ലൈഫിലുള്ള സകലതും ഔട്ടാവും. ആമേൻ. Did you get me? നമ്മളിത് കർത്താവേ എല്ലാ അഹങ്കാരം പോട്ടെ എന്ന് പ്രാർത്ഥിക്കും. പോകാത്ത എന്താ? പോകില്ല. ഇത് പോകണമെങ്കിൽ വേറൊന്ന് അകത്ത് വരുമ്പോഴേ ഇത് പുറത്തു പോകത്തുള്ളൂ. ആമേൻ. If you are partaker of the divine nature, നമ്മൾ ആ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിയാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ അകത്തെ ആ ലൈഫ്, ഇത് പറയുന്നതിനകത്ത് എനിക്ക് ഒത്തിരി പരിമിതിയുണ്ട്, പക്ഷെ എന്നെ ഡോണ്ട് ഫീൽ ബാഡ്. If the husband and wife, they join together, what happened? The seed of life from the man will be deposited to the woman. So right. The same way, if you are united with the Father God, the seed of God, the character of God, the dynamic of God, the potential of God, the authority of God, the nature of God, the image and likeness of God, that will be transferred to your spirit. Hallelujah. നിങ്ങളുടെ ഉള്ളിലേക്ക് അത് വരും. അതുകൊണ്ട് പോൾ പറഞ്ഞത് നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഫാദറും, ഓ മൈ ഗുഡ്നസ്, ഫാദറും നിങ്ങളും തമ്മിൽ യുണൈറ്റഡ് ആയാൽ നിങ്ങളിൽ ജനിക്കാൻ പോകുന്ന ശിശുവിന്റെ പേരെന്താ? സൺ ഓഫ് ഗോഡാ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിന്റെ ഗർഭപാത്രത്തിൽ യേശു ക്രിസ്തുവിന്റെ സീഡ് പിതാവിലൂടെ വന്നിരിക്കുക. യു ആർ ഗോയിങ് ടു ഗിവ് ബർത്ത് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ വേദന അനുഭവിക്കുന്നു പൗലോസ് പറയുക. This is a mystical life. Don't forget, this is a mystical. The all 3 months we are going to cover this word. ഏകസത്യ ദൈവമായ അങ്ങേ അറിയണം. അത് ബൈബിൾ വായിച്ചാൽ അറിയണ്ടേ? അത് ബൈബിൾ വായിച്ചാൽ അറിയാൻ പറ്റില്ല. Can you think? ആദം ഹവ്വയെ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? ആദാം ഹവ്വയെ അറിഞ്ഞത് ഹവ്വയെ കുറിച്ച് ഒരു പുസ്തകം ദൈവം ഏദനിൽ കൊണ്ടു കൊടുത്തോ? ദ ഹെവൻലി ലേഡി ഈവ് എന്ന പുസ്തകത്തിന്റെ പേരെന്നിരിക്കട്ടെ. അങ്ങനെ ഒരു പുസ്തകം വായിച്ച് ആദം ഹവ്വയെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ബൈബിൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വായിച്ചാൽ ആ കായേനും ഹാബേലും വരുമോ? ഇപ്പൊ ഞാനും നിങ്ങളും എല്ലാം പുസ്തകം വായിച്ചിട്ട് കായേനെ കൊണ്ടുവരാൻ ശ്രമിക്കുക, പുസ്തകം വായിച്ചിട്ട് ശിശുവിനെ ജനിപ്പിക്കാൻ ശ്രമിക്കുക. നടക്കത്തില്ല. പുസ്തകം വായിച്ചിട്ട് നല്ലവരാകാൻ ശ്രമിക്കുക, പുസ്തകം വായിച്ചിട്ട് വിശുദ്ധരാകാൻ ശ്രമിക്കുക, പുസ്തകത്തിലെ വാക്യം വായിച്ച് നമ്മൾ കൊളാപ്സ്ഡ് ആകുക, നമ്മൾ തോറ്റു പോവാ. എപ്പോഴൊക്കെ പുസ്തകം വായിച്ചിട്ടുണ്ടോ നിങ്ങൾ അന്തരെല്ലാം തോറ്റിട്ടില്ലേ? സത്യസന്ധമായിട്ട് പറയണം. ഒരു വാക്യം നമ്മുടെ അകത്ത് കയറിയാൽ അടുത്ത നിമിഷം മുതൽ അതിൽ തോക്കാൻ നമ്മൾ തുടങ്ങും. കാരണം എന്താ? ആ വേർഡ് ഇൻഫോർമേഷൻ ആയിട്ട് വന്നേ ഉള്ളൂ, പക്ഷെ ആ വേർഡിന്റെ ട്രൂത്ത് യേശുക്രിസ്തുവുമായിട്ടുള്ള പിതാവുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പ് വരാത്തിടത്തോളം കാലം ഒരു വേർഡും ആക്റ്റീവ് ആകത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. നമ്മൾ ഈ യാത്രയിൽ അടുത്ത വേറെ ഒരു പ്രധാന കാര്യം നമ്മൾ കാണാൻ പോകുന്നത്, we are going to see the inheritance. ഈ നിങ്ങൾ നോട്ട് ചെയ്യണം. ഇൻഹെറിറ്റൻസ് മീൻസ് അവകാശങ്ങൾ. അതായത് എന്തു പറയുന്നത്? പൂർവികമായ കൈമാറി വരേണ്ടതായ അവകാശങ്ങൾ. നിങ്ങൾക്കറിയാമോ പ്രിയരെ, ഞാനൊരു വലിയ ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെല്ലാം, ആദ്യ നൂറ്റാണ്ട് മുതൽ ഇതുവരെ ജീവിച്ചിരുന്ന 10,000-കണക്കിന് വിശുദ്ധന്മാർ, ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധയോടെ കേൾക്കുക, 10,000-കണക്കിന് വിശുദ്ധന്മാർ, അവർ ദൈവത്തോടു കൂടെ നടന്ന് പ്രാപിച്ച ശുശ്രൂഷ എന്തിയെ? നിങ്ങളുടെ അപ്പൻ, എന്റെ അപ്പൻ ഈ ഭൂമിയിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന വസ്തു അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ ആർക്ക് ഇട്ടിട്ടാ പോകുന്നേ? തലമുറയ്ക്ക് ഇട്ടിട്ട് പോകത്തില്ലേ? അദ്ദേഹത്തിന്റെ അധ്വാന ഫലം
അദ്ദേഹത്തിന്റെ മരണം കൊണ്ട് അവസാനിക്കുമോ? സെയിൻസ് മറുപടി പറ. ഒരാൾ അധ്വാനിക്കുന്ന അധ്വാന ഫലം മരണം കൊണ്ട് അവസാനിക്കുമോ? ഇല്ലല്ലോ. മരിച്ചു കഴിയുമ്പോൾ അത് അടുത്ത ജനറേഷനിൽ ട്രാൻസ്ഫർ ആകത്തില്ലേ? അങ്ങനെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് മുതൽ ഈ കഴിഞ്ഞ തലമുറയിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാർ വരെ അവർ ദൈവത്തോടൊപ്പം നടന്ന് സമ്പാദിച്ച ശുശ്രൂഷ എന്തിയെ? അവരിട്ടിട്ട് പോയ നിക്ഷേപവും ഇൻഹെറിറ്റൻസും എന്തിയെ? വിഗിൾസ്വർത്ത് 26 മരിച്ച ശവങ്ങളെ എഴുന്നേൽപ്പിച്ചു. ആ മിനിസ്ട്രി എന്തിയെ? അവരോട് അവസാനിച്ചോ? അതിനെ പോയി പ്രാപിക്കാൻ നമ്മുടെ ഇടയിൽ എന്താ ആരും എഴുന്നേക്കാത്തെ? കാതറിൻ കുൾമാൻ പ്രാപിച്ച ശുശ്രൂഷ എന്തിയെ? അത് ഇട്ടിട്ടല്ലേ പോയെ? ആ പുതപ്പ് താഴെ ഇട്ടിട്ടല്ലേ അവർ പോയത്? ഈ മിസ്റ്റിക് സ്കൂളിൽ നിങ്ങൾക്കും എനിക്കും ഒരു ചാൻസ് മുമ്പിൽ വന്ന് കിടക്കുക. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകൾ വിശുദ്ധന്മാർ അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിക്ഷേപിച്ചു പോയ അവകാശങ്ങൾ വിശുദ്ധ സഭയിൽ കിടക്കുക. ഓ ഗ്ലോറി ടു ഗോഡ്. നമ്മളത് കണ്ടെത്തണം. അപ്പൻ 50 വർഷം അധ്വാനിച്ചത് നീ 5 മിനിറ്റ് കൊണ്ട് വാങ്ങും. വിൽപത്രം ഒന്ന് ഒപ്പിട്ട് വാങ്ങിയാൽ നിന്റെ അവകാശമായി മാറുക. വീഗിൾസ്വർത്ത് 85 വർഷം പ്രാർത്ഥിച്ചത് നീ 25 മിനിറ്റ് കൊണ്ട് വാങ്ങിക്കുക. അതിനൊരു ജനറേഷൻ. ഞാൻ ചോദിക്കുക, കഴിഞ്ഞ 20 നൂറ്റാണ്ടുകൾ വിശുദ്ധന്മാർ ഇട്ടിട്ട് പോയ അവകാശത്തെ പ്രാപിക്കാൻ, അതിനെ കൈവശപ്പെടുത്തി ഈ തലമുറയിലേക്ക് കൈമാറാൻ പറ്റുന്ന ഒരു സമൂഹം നമ്മുടെ തലമുറയിലുണ്ടോ? ഞാൻ എന്തുകൊണ്ടാണ് ഈ ക്ലാസ് ആരംഭിച്ചെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അറിവ് പങ്കുവെക്കാനല്ല, എമർജൻസി സന്ദേശം പങ്കുവെക്കാനാ. ഇത് ഞാൻ എന്റെ ബുദ്ധി പറയല്ല, എന്റെ അപ്പൻ നിങ്ങളോട് പറയാനും പറഞ്ഞ കാര്യം പറയുക. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവർ, ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്നവർ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ കയറിപ്പോകുന്നവർ, സ്വർഗത്തിലേക്ക് പോയിട്ട് വരുന്നവർ, 10,000 വിശുദ്ധന്മാർ, അവരുടെ അഭിഷേകവും അവരുടെ ശുശ്രൂഷയും താണ്ട് ഇവിടെ ഇട്ടിട്ട് പോയേക്കുക. ഈ തലമുറയിൽ ഒറ്റ ഒരാളെങ്കിലും പോയി അത് കൈവശപ്പെടുത്തണം. ഈ മിസ്റ്റിക് സ്കൂളിൽ കുറച്ചു പേർ ഈ സ്കൂൾ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ they will get something powerful and wonderful. Oh, hallelujah. Hallelujah. Praise the Lord. ഞാൻ 2 കാര്യം പറയാൻ പോവാ. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച 2. 1, ഒരാൾ ദൈവത്തിന്റെ കൂടെ നടന്നാൽ 2 കാര്യം സംഭവിക്കും. 1, അദ്ദേഹം ഇമ്മോർട്ടലായി മാറും. They will enter into immortality. അവർ ഇമ്മോർട്ടലായി മാറും. 2, അവരെ അനുഗമിക്കുന്നവർ അവകാശികളായി മാറും. 2 things. Number 1, immortality. Number 2, inheritance. If you walk with God, you can enter into immortality. But the people, those who are behind you, will get the inheritance that you possessed. 50 വർഷം 60 വർഷം പ്രാർത്ഥിച്ച് നിങ്ങൾ നേടിയ നിങ്ങളുടെ ഇൻഹെറിറ്റൻസ് നിങ്ങൾ മറയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കണം. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കാര്യം വിടുക. 20 നൂറ്റാണ്ടായിട്ട് ദൈവത്തിന്റെ ബാങ്കിൽ ഇത് ഡിപ്പോസിറ്റാ. ബെൻസൺ ഐഡഹോസ ഇട്ടത്, ടി.എൽ. ഓസ്ബോൺ ഇട്ടത്, ഓർ റോബർട്ട് വിട്ടിട്ട് പോയത്, സ്മിത്ത് വിഗിൾസ്വർത്തിന് താൻ ഇട്ടിട്ട് പോയ പുതപ്പ്, ടി.എൽ. ഓസ്ബോണിന്റെ പുതപ്പ്, ഡെയ്സി ഓസ്ബോണിന്റെ പുതപ്പ്, ബോസ്വർത്തിന്റെ പുതപ്പ്, അലൻ വിട്ടിട്ട് പോയ മിറക്കിൾ മിനിസ്ട്രി. ഓ ശബകരയാന്തലനമ. ഡിപ്പോസിറ്റ് ആണ്. Nobody is claiming. Nobody is going and claiming. ഒരാളില്ല. That's why we have started this school, to challenge you, people of God. We are going to claim the inheritance. അതിന് നമുക്ക് പോകേണ്ടത് ഒരു ഏൻഷ്യന്റ് പാത്തുണ്ട്. നമ്മുടെ പിതാക്കന്മാർ പോയൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ പോകുമ്പോഴേ നാം ഇൻഹെറിറ്റൻസിനെ കണ്ടെത്തത്തുള്ളൂ. എന്നാലേ നമുക്ക് പോയി ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഈ വീട്ടിൽ അവകാശം മക്കളല്ലേ പ്രാപിക്കട്ടെ. അങ്ങനെങ്കിൽ മക്കൾ
അവകാശികളാണെങ്കിൽ പിതാക്കന്മാരുടെ പാത അവർക്കറിയാം. പിതാക്കന്മാർ പോയ വഴി അവർ അറിയാം. They know how to honor the fathers. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇതൊക്കെ നമ്മൾ വിശദീകരിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ്. God is rising a group of people with full of honor. ഹെവന്റെ ഹോണർ ഉള്ളൊരു ജനറേഷൻ ഇതിലേക്ക് വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോഴ്സ് കഴിയുമ്പോൾ ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകളും they will learn how to honor others. Inheritance will only pass to the people those who honor. Amen. Amen. Can you say hallelujah? ഇൻഹെറിറ്റൻസ് ആരുടെ കയ്യിലേ വരത്തുള്ളൂ? പുത്രന്മാരുടെ കയ്യിലേ. അതുകൊണ്ടാണ് ബൈബിൾ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇപ്പം ഒരു പുതിയ ആശയം ഞാൻ പറയാം. നിനക്ക് നന്മ ഉണ്ടാകാനും നീ ദീർഘായുസോടെ ഇരിപ്പാനും നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കാനാ. വാട്ട് ഇസ് ദ മീനിങ്? നമ്മളെ ജനിപ്പിച്ച അപ്പന്റെ അമ്മയുടെ കഥ മാത്രമല്ല. നന്മ എന്ന വാക്കിനർത്ഥം നിനക്ക് ഇൻഹെറിറ്റൻസ് ഉണ്ടാകാനും നിനക്ക് ലോങ് ലൈഫ് ഉണ്ടാകാനും എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ആൻ ഇമ്മോർട്ടൽ. Honor your fathers. That means we need to honor the old fathers. We need to honor the 25th century ജീവിച്ച spiritual fathers. We need to know them. We need to honor them. We need to seek them. We need to see how they walked with God. We need to find the reality. Then only we will have the inheritance. Inheritance is only for the people those who honor God. The people those who honor the parents. That's why we people are going to choose the ancient path. The fathers, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ സഭയുടെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, 20 നൂറ്റാണ്ടായി നിൽക്കുന്ന സഭയുടെ പൂർവ്വപിതാക്കന്മാർ, അവർ പോയ പാതയിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പോകും. ആമേൻ. ആമേൻ. Hallelujah. Are you ready? It is too much, brothers and sisters. Too much. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ദൈവം നിങ്ങളെ നടത്താൻ പോകും. ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു യാത്ര, അസാധാരണത്തിലേക്ക് ഒരു യാത്ര. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് പറയുന്ന എല്ലാം ഗ്ലിംസ്, ജസ്റ്റ് ഫോർ ഇൻട്രഡക്ഷൻ. ഒന്ന് ഇൻഹെറിറ്റൻസ് പ്രാപിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ തലമുറയിൽ ഒരാൾ പോലും ഇല്ല. അത് വേദനയാണ്. ഞാനും നിങ്ങളും ഇല്ല. പക്ഷെ കരയുന്ന ദൈവാസന്മാരുണ്ട്, സത്യസന്ധരായ കർത്താവിന്റെ ദാസന്മാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്, സാക്രിഫിഷ്യലായിട്ട് ദൈവത്തെ സേവിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഈ അവകാശത്തെ പ്രാപിക്കാൻ പറ്റിയിട്ടില്ല. ഒരു കാര്യം ട്രൂത്താണ്, ഒരു മാൻ ഓഫ് ഗോഡിന് മാത്രമേ ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്യാൻ പറ്റൂ. എ മാൻ ഓഫ് ഗോഡ് cannot bring his ministry to eternity. Amen. എനിക്ക് ഇവിടെ വിടാം, പക്ഷെ എന്റെ ശുശ്രൂഷയ്ക്ക് ഇവിടെ വിടാൻ പറ്റില്ല. I should leave my ministry here on this year. അങ്ങനാണെങ്കിൽ പാട്രിക്, എനിക്ക് തോന്നുന്നു എന്തുവാ സെയിന്റ് പാട്രിക്കിന്റെ മിനിസ്ട്രി എന്തി? സെയിന്റ് പാട്രിക് എന്തി? അയർലൻഡിനെ ചലിപ്പിച്ച വിശുദ്ധനാണ് സെയിന്റ് പാട്രിക്. സെയിന്റ് പാട്രിക്കിനെ കുറിച്ച് ഞാനൊരു കഥ പറയാം. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരമ്മ കരഞ്ഞോണ്ട് വന്ന് പറഞ്ഞു, എൻ്റെ മകള് പാമ്പ് കടിച്ച് കൊല്ലപ്പെടുന്നുണ്ട്. പാമ്പ് കടിച്ച് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മയോട് ചോദിച്ചു, പാമ്പ് എന്തെന്ന് ചോദിച്ചു. ഈ കർത്താവിന്റെ ദാസനെ ചൂണ്ടിക്കാണിച്ചതാണ്ട് ഈ കാട്ടിലേക്ക് ഇത് പോയി, എനിക്കറിയത്തില്ലെന്നോ. വേഗം ഈ കാട്ടിൽ തിരഞ്ഞ് ആ കാടിനകത്തൂടെ ഇറങ്ങി കടിച്ച പാമ്പിനെ വാലെ പിടിച്ചു പൊക്കി. ദൈവമനുഷ്യൻ സെയിന്റ് പാട്രിക് ആ പാമ്പിനെ വാലെ പിടിച്ചു പൊക്കി ഇങ്ങനെ പറഞ്ഞു, നീയും നിന്റെ വർഗത്തിൽ ഒരെണ്ണവും ഇനി ഈ അയർലൻഡിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിനെ പുറത്തേക്ക് വിട്ടു. അത് വീട് ചത്തു. നിങ്ങളിപ്പോ വേണേ ഗൂഗിൾ ചെക്ക് ചെയ്തോ, അയർലൻഡിൽ പാമ്പിന്റെ ഒരു വർഗം പോലും ഇല്ല. ഒരു വിശുദ്ധൻ എഴുന്നേറ്റ് നിന്ന് നീയും നിന്റെ വർഗത്തിലൊന്നും ഈ നാട്ടിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞാൽ അനുസരിച്ചേ പറ്റൂ. കാരണം
പറഞ്ഞത് കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന ഒരാളാണ്. ഈസ് എ മിസ്റ്റിക്. ഞാൻ വീണ്ടും പറയാം, എല്ലാ ശുശ്രൂഷകന്മാരും, എല്ലാ മിറക്കിൾ വർക്കേഴ്സും, എല്ലാ ഡെഡ് റൈസേഴ്സും, എല്ലാ ഹിസ്റ്ററി ചേഞ്ചേഴ്സും, എല്ലാ വിശുദ്ധന്മാരും, all are mystics. All are connected with the Father God face to face. ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് സമയം പ്രാർത്ഥിക്കാനിരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത് ജീസസ് ക്രൈസ്റ്റ്, ഫാദർ ഗോഡും നിങ്ങളും യേശുക്രിസ്തു മുഖാന്തരം യുണൈറ്റഡ് ആകുന്നത് നിങ്ങൾ ഇമാജിനേഷനിൽ കാണണം. ആമേൻ. നിങ്ങൾ ഇമാജിനേഷൻ പലതും കണ്ടിട്ടില്ലേ? എത്രയോ ഫ്ലഷ്ലി ഇമാജിനേഷൻ കണ്ടിട്ടുണ്ട് ഇല്ലേ? ഒരു ഫ്ലഷ്ലി ഇമാജിനേഷൻ നമ്മൾ കാണുമ്പോൾ നമ്മുടെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും? വൈകാരികത ഉടനും. പക്ഷെ കർത്താവ് എൻ്റെ കൂടെ യുണൈറ്റഡാ. ഞാനും കർത്താവും കൂടെ മ്യൂച്വലി ഇന്റർലിങ്ക. ഞാൻ യേശുവിന്റെ അകത്ത് വസിക്കുക, യേശു എൻ്റെ അകത്ത് വസിക്കുക, ഫാദർ ഗോഡ് എൻ്റെ അകത്ത് വസിക്കുക. ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുക. വി ആർ യുണൈറ്റഡ്, വി ആർ ഹഗിങ് ഈച്ച് അതർ, വി ആർ എംബ്രൈസിങ് ഈച്ച് അതർ, ഇൻഡ്വെല്ലിങ് ഈച്ച് അതർ എന്ന് നിങ്ങൾ ഇമാജിനേഷൻ കണ്ടു നോക്ക്. ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കണം. നിങ്ങൾ വാ തുറക്കരുത്. ആഫ്റ്റർ ദിസ് സെക്ഷൻ യു ഹാവ് ടു ഡു ദാറ്റ്. കാരണം നിങ്ങളുടെ ഇമാജിനേഷൻ മാത്രമേ നിങ്ങൾ റിയാലിറ്റി കൊണ്ടുവരത്തുള്ളൂ. ഇമാജിനേഷന്റെ അടുത്ത റിസൾട്ട് റിയാലിറ്റിയാണ്. അതാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ. യു ആർ മെഡിറ്റേറ്റിംഗ് ദാറ്റ് ഗോഡ് ഈസ് വിത്ത് യു, യു ആർ യുണൈറ്റഡ് വിത്ത് ഗോഡ്, യു ആർ dwelling with God, you are spending time with God. After a few minutes you will see that God is with you. ചിലപ്പോൾ അത് മണിക്കൂറുകൾ പോകാൻ ചാൻസ് ഉണ്ട്. So God is rising a generation, those who are going to seek the inheritance. Are you happy? നിങ്ങൾ ഞാനും അതിലേക്ക് പോകാൻ പോകും. ആ യാത്രയിലാണ്. ശ്രേഷ്ഠമായ യാത്ര, അത്ഭുതാവകമായ യാത്ര. അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ മിസ്റ്റിക്കൽ ജേണിയിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞു ബൈബിളിന്റെ ചരിത്രത്തിന്റെ പിറകിലത്തെ ചരിത്രം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ബൈബിളിൽ എഴുതാത്തൊരു ചരിത്രം. ആർ യു ഹാപ്പി? ഐ തിങ്ക് യു ആർ ഹാപ്പി. പ്രൈസ് ദി ലോർഡ്. യു നോ ബൈബിൾ വെരി മച്ച്. യു നോ ഗിബ്സൺ ബൈബിൾ നന്നായിട്ട് അറിയാം. ഇവിടുത്തെ റോബിന് നന്നായിട്ട് ബൈബിൾ അറിയാം. ബ്രദർ രഞ്ജിത്തിന് ബൈബിൾ നന്നായിട്ട് അറിയാം. ബ്രദർ ജെയിംസിന് നന്നായിട്ട് ബൈബിൾ അറിയാം. എവറിബഡി നോസ് ദ ബൈബിൾ. ഐ റെഡ് ദ ബൈബിൾ മോർ ദാൻ 70 times. ഞാൻ ഒരു ബൈബിൾ ഭ്രാന്തനാണ്. 70 പ്രാവശ്യത്തിൽ കൂടി ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ വർഷത്തിൽ 2020 കണ്ടൊരു കാര്യം, ഐ വാണ്ട് ടു നോ ഗോഡ് ബിയോണ്ട് ദ ബൈബിൾ. ഐ വാണ്ട് ഗോഡ്, ബൈബിളിന്റെ സിബിനകത്തുള്ള ദൈവത്തെ അല്ല, ബൈബിളിന് പുറത്തുള്ള ഗോഡ് ബിയോണ്ട് ബൈബിൾ. I want to know that God. I want to know that God. That's my life challenge. I want to ask you to take this as a challenge. I want to know God. Very few, നമ്മുടെ ലൈഫിന് എത്ര വർഷം നമ്മൾ മുമ്പോട്ട് പോകും, we do not know. Some of them are going to enter into eternity. Some of them are going to enter into more immortality. Some of them are going to just like Elijah പോലെ മാറാൻ പോവാ, വേറെ ചില ഹാനോക്കിനെ പോലെ മാറും. Can you say amen? So God is rising a Enoch generation. നിങ്ങൾക്കറിയുമ്പോൾ പ്രിയരെ Enoch generation ഉണ്ടറിയാം? 2 ജനറേഷനാണ് തുടരാൻ പോകുന്നത്. എലൈജ ജനറേഷനും Enoch ജനറേഷനും നമ്മൾ പഠിക്കും. ഈ 2 ജനറേഷൻ മാത്രമാണ് എൻഡ് ടൈമിനെ കുറിച്ച് പ്രോഫസ് ചെയ്തിട്ടുള്ളൂ. ഹാനോക്ക് അന്ത്യകാലത്തെ കുറിച്ച് പ്രവചിച്ചു. എലിയാവിനെ അന്ത്യകാലത്തെ കുറിച്ച് പറഞ്ഞാൽ എൻഡ് ടൈമിനെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൾമിനേഷനെ കുറിച്ച് പ്രവചിച്ച 2 പേരാണ് എലൈജയും ഹാനോക്കും. ഈ 2 ആളുകളും മരണം കാണാത്തവരാ. That means മുമ്പോട്ടുള്ള യാത്രയിൽ the inheritance are waiting for the people, those who are going to see immortality. മനസ്സിലാണോ? ദൈവ പദ്ധതിയുടെ, ദൈവരാജ്യത്തിന്റെ അങ്ങേയറ്റത്തെ ക്ലൈമാക്സ് കണ്ട 2 പേരാണ് ഹാനോക്ക്. അത് യൂദയുടെ ലേഖനം. രണ്ടാമത്തെ വ്യക്തിയാണ് എലൈജ. അത് മലാക്കിയിൽ പറയുന്നുണ്ട്, പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്.
ഈ രണ്ടാളുകൾ മരണം കണ്ടിട്ടില്ല. അപ്പൊ ആരെല്ലാം ദൈവത്തിന്റെ എൻഡ് ടൈം മിസ്റ്ററിയെ കൈകാര്യം ചെയ്യുന്നുണ്ടോ, ഡോണ്ട് എക്സ്പെക്ട് ഡെത്ത്. ആമേൻ. പ്രൈസ് ലോർഡ്. അവർക്ക് മരണത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം they are thinking about something wonderful that God has, ദൈവം തന്റെ മഹത്വത്തിനായി സൂക്ഷിച്ചിരിക്കുന്ന അവകാശമാണ്. നമ്മൾ ആ അവകാശത്തിലേക്ക് പോകും. ഇന്ന് ഞാൻ എല്ലാം കൂടെ ഒരു കൊട്ടയ്ക്കകത്ത് പലവിധ ഫലങ്ങൾ ഒരുമിച്ച് വാരിയിട്ട് തന്ന പോലെ ഇന്ന് ഞാൻ പറഞ്ഞത്, എനിക്കറിയാം. സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നുമല്ല പറഞ്ഞത്. ജസ്റ്റ് എല്ലാവിധ ഫലവും ഉള്ള ഒരു കൊട്ട ഫ്രൂട്ടിന്റെ ഒരു വലിയ ബാസ്ക്കറ്റ് ആയിരുന്നു തന്നത്. പക്ഷേ we are going to see the tremendous changes in your life. Brothers and sisters, listen to me. From this day onwards, December 4th, and we are going to finish this course on February 27th. 26 segments are there. And from this day onwards, we are going to walk with God. We are going to change our mind, changing our thinking. The only one desire in our heart, that we should know Jesus Christ. We want to know the Father God. We want to know the Father God. ഞങ്ങൾക്ക് അപ്പനെ അറിയണം. നിങ്ങളുടെ ദാഹം അതായിരിക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് 1000 ആവശ്യങ്ങൾ കാണും. വീട്ടിലെ ആവശ്യം, മക്കളുടെ ആവശ്യം, തലമുറയുടെ ആവശ്യം, കുടുംബത്തിന്റെ ആവശ്യം, സോ മെനി തിങ്സ്. ഇതൊന്നും നിങ്ങൾ ദൈവത്തിലേക്ക് പറയണ്ട. അതൊക്കെ ഒന്ന് സ്തോത്രം പറഞ്ഞാൽ മതി. താങ്ക് യു ജീസസ്, സ്തോത്രത്തോടെ. ഇതൊന്നും പറയാൻ പ്രാർത്ഥിക്കാൻ പോയത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റാത്തവരായത് ഇതെല്ലാം പറയാൻ പോയതുകൊണ്ട്. നിങ്ങൾ 10 മണിക്കൂറും ഒരു വിഷയവും ഇല്ലാതെ പ്രാർത്ഥിക്കും, ഗ്യാരണ്ടിയാ. ഈ സ്കൂൾ കഴിയുമ്പോഴത്തേന് ഞാൻ വിശ്വസിക്കുന്നു 10 hours 12 hours ഒക്കെ പ്രാർത്ഥിക്കുന്ന വീരന്മാർ ഇതിനകത്ത് എഴുന്നേറ്റ് വരും. അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. നമ്മുടെ പ്രശ്നം അറിയാം, നമ്മളെല്ലാം ഈ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഈസി ആയിട്ട്. ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച് കിട്ടിയില്ല, ഒന്നും കിട്ടത്തില്ല. പ്രാർത്ഥിച്ചാൽ ഒന്നും ഒരു കാര്യവും കൈമാറ്റപ്പെടത്തില്ല. പ്രാർത്ഥന കൊണ്ടല്ല കൈമാറ്റം, ആണോ? പ്രാർത്ഥന കൊണ്ടാണ് കൈമാറിയെങ്കിൽ ഏലീശയ്ക്ക് കൈമാറ്റം അങ്ങ് ബേഥേലിൽ വെച്ച് തന്നെ കൊടുക്കാറുന്നില്ലേ? Is it right? ബേഥേലിൽ വെച്ച് തന്നെ പുതപ്പം കൊടുത്താൽ പോരെ? പുള്ളിക്ക് പോയപ്പോ കിട്ടിയത് എന്താ? എലീശയ്ക്ക് എലിയാവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് പുതപ്പ് മാത്രമല്ലേ ഉള്ളൂ. ആ പുതപ്പ് എവിടെ വെച്ച് കൊടുക്കായിരുന്നു? ബേഥേലിൽ വെച്ച് കൊടുക്കുക. പക്ഷെ എന്താ കൊടുക്കാഞ്ഞ്? കാരണം പോകേണ്ട കുറച്ച് റൂട്ട് മാപ്പ് ഉണ്ട്. ആ റൂട്ട് മാപ്പിലൂടെ വന്നെങ്കിലേ സാധനം കിട്ടത്തുള്ളൂ. ബേഥേലിൽ വെച്ച് കിട്ടിയ പുതപ്പ് കിട്ടും, അത് പുതയ്ക്കാനേ കൊള്ളത്തുള്ളൂ. പക്ഷെ യോർദാന്റെ അക്കരെ പോയാൽ കിട്ടുന്നത് പുതപ്പല്ല, അത് ഇൻഹെറിറ്റൻസാ. അതായത് എലൈജ തന്റെ രഹസ്യ ജീവിതം മുതൽ ഡിപ്പാർച്ചർ ടൈം വരെ പ്രാപിച്ച മുഴുവൻ ഇൻഹെറിറ്റൻസും ആ പുതപ്പിനകത്തുണ്ട്. Oh, glory to God. Glory to God. Glory to God. ഇതാണ് ആ പാത്താണ്. ഞാൻ ആ പാത്തിനെ കുറിച്ച് പിന്നെ പഠിപ്പിക്കാം. There's a path. Bethel to Jericho, Jericho to Jordan, Jordan go to the other shore of Jordan. ഇതൊരു റൂട്ട് മാപ്പ് ആ പ്രിയരെ. Can you believe that this is a route map? This route map is the route map for inheritance. ഈ റൂട്ട് മാപ്പ് ഇതൊരു ബെഥേലിൽ ആരംഭിച്ചാൽ യോർദാന്റെ അക്കരെ ഇമ്മോർട്ടാലിറ്റി. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ? Bethel is the gates of heaven. Somebody say hallelujah. Gates of heaven. സ്വർഗത്തിന്റെ വാതിലിൽ ആരംഭിക്കുന്നവൻ അടുത്ത സ്ഥലത്തെത്തുമ്പോ Elijah will not see death. Elisha will get inheritance. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മുടെ മാപ്പിങ്ങിലുള്ളതാണ്. ഹനോക്കിന്റെ ജനറേഷൻ ഉണ്ട്. ഹനോക്കിന്റെ ജനറേഷൻ വിൽ സീ ഇമ്മോർട്ടാലിറ്റി.
ഉദാഹരണം പറയാം. ഈ ഹാനോക്കിന് ഒരു മകൻ ജനിച്ചു. അവന്റെ എങ്ങനെ ജനിച്ച് നോഹ ജനിച്ചു. നോഹയ്ക്ക് ഒരു മകൻ ജനിച്ചു, ഷേം, ഹാം, യാഫേത്ത്. റൈറ്റ്? നിങ്ങൾക്കറിയാമോ ഹാനോക്ക് എന്ന് പറയുന്ന ആള് മരണം കാണാതെ എടുക്കപ്പെട്ടു. റൈറ്റ്? ആ ആളിന്റെ തലമുറയിൽ നിന്ന് ഒരു കുറച്ച് ജനറേഷൻ കഴിഞ്ഞപ്പോൾ ഒരു ഷേം വന്നു. ഷേമാണ് പിൽക്കാലത്ത് മൽക്കിസദേക്ക്. അദ്ദേഹത്തിന്റെ പേര് മാറ്റി. പേര് മാറ്റിയതിന്റെ കാരണം DNA മാറ്റിയതാണ്. ഇത് ബൈബിളിലെ ചരിത്രമല്ല, ബൈബിളിന്റെ പുറകിലെ ചരിത്രം. അദ്ദേഹത്തിന്റെ DNA മാറ്റിയത് കൊണ്ടാണ് സ്വർഗീയ മർമ്മങ്ങളുടെ കലവറയെ കാര്യവിചാരകത്വം ഏറ്റെടുത്ത പൗലോസ്, സ്വർഗീയ കലവറയുടെ കാര്യവിചാരകത്വം ഏറ്റെടുത്ത, അത് പുള്ളി പറഞ്ഞില്ലേ, ഞങ്ങൾ സ്വർഗീയ മർമ്മങ്ങളുടെ കാര്യവിചാരകരാണെന്ന്. ആ കലവറയ്ക്കകത്ത കാര്യവിചാരകത്വം ഏറ്റെടുത്ത പൗലോസിന് ഒരു രഹസ്യം വെളിപ്പെട്ട് കിട്ടി. മൽക്കിസേദെക്കിന് അപ്പനും ഇല്ല അമ്മയില്ല. അപ്പൊ പുള്ളി അപ്പനും അമ്മയില്ലാതെ ജനിച്ചാണോ? അല്ല. അപ്പനും അമ്മയും ഒരാൾക്കുണ്ടെന്ന് അറിയുന്നത് അദ്ദേഹത്തിന്റെ DNA നോക്കിയ. ഷേമിന്റെ DNA ദൈവം ചേഞ്ച് ചെയ്തു. DNA ചെയ്ത് ചെയ്തപ്പോ പേര് മാറ്റിക്കൊടുത്തു. നീതിയുടെ രാജാവ് എന്ന് പറഞ്ഞ നീതിയെ റൂളിംഗിൽ എടുത്തിരിക്കുന്ന രാജാവെന്ന, റൈച്ചസ്നെസിന്റെ, നീതിയുടെ ഭരണം നടത്തുന്ന രാജാവിന് മൽക്കിസേദെക്ക് എന്ന് പേരിട്ടു. ആ ആളിന് അപ്പനും അമ്മയില്ലെന്ന് പറഞ്ഞാൽ ആ ആളിന് മരണമില്ല. യഥാർത്ഥത്തിൽ മൽക്കിസേദെക്ക് മരിച്ചിട്ടില്ല. ബൈബിളിൽ മരണം കാണാത്തവരുടെ പട്ടികയിൽ മൽക്കിസേദെക്ക് ഉണ്ട്. എവിടുന്ന് വന്നടോ എവിടുന്ന് കിട്ടി പുള്ളിക്ക് ഈ സീഡ്? സീഡ് വന്നത് അദ്ദേഹത്തിന്റെ വല്യപ്പച്ചനിൽ നിന്ന് വന്ന ഒരു ഇൻഹെറിറ്റൻസ് ആണ്. Somebody say hallelujah. പിടികിടുന്നോ? 300 വർഷം ദൈവത്തിന്റെ കൂടെ നടന്ന ഹാനോക്ക് ഇട്ടിട്ട് പോയ ഇൻഹെറിറ്റൻസ് ചില തലമുറ കഴിഞ്ഞപ്പോൾ ഒരുത്തൻ പിടിച്ചതാ. നിന്റെ പേര് മാറും, നിന്റെ DNA വരെ മാറും. ഇതൊക്കെ ബൈബിളിലെ സത്യങ്ങളാണ്. നിന്റെ DNA മാറും. നിന്റെ DNA മാറിയാൽ പിന്നെ നിനക്ക് നിന്റെ പേരിന്റെ കൂടെ നിന്റെ മാനുഷികമായ പൂർവിതാക്കന്മാരുടെ പേരില്ല. മർമ്മങ്ങളുടെ കലവറകൾ ചെതഞ്ഞു പരിശോധിച്ച പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിച്ചു, മൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം. നമുക്കത് വേറൊരു സ്കൂൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട്, ഓർഡർ ഓഫ് മൽക്കിസേദെക്ക്. അതൊരു ബ്രഹ്മാണ്ഡ സ്കൂളാണ്. അത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. സ്തോത്രം. പോൾ എഴുതി വെച്ചു, അവൻ അപ്പനുമില്ല അമ്മയുമില്ല വംശാവലിയുമില്ല, അവൻ എന്നേക്കും ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തിന്റെ റീസണായ റൂട്ടിനെ എടുത്ത് മാറ്റുക ദൈവം. മരണം ആദാമിലൂടെ വന്നെങ്കിൽ ആ റൂട്ട് മാറ്റിയാ പോരെ? ആദാമിന്റെ റൂട്ടായ DNA ക്രോമസോം മാറ്റിയാ പോരെ? ദൈവവുമായി നീ ഒന്നാവുമ്പോ അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിയായി മാറുമ്പോ നിന്റെ DNAക്ക് വരെ മാറ്റം സംഭവിക്കും. പക്ക സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു യാത്രയാണ്. പ്രാർത്ഥനാ വീരന്മാർ ഇതിനകത്ത് വരും. നിങ്ങൾ പല ജോലി ചെയ്യുന്നവരായി, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പക്ഷേ ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് ആയിരിക്കത്തില്ല. നിങ്ങൾ പല ജോലി ചെയ്യുന്നവരാ. പക്ഷെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ തനി ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വം വെളിപ്പെടുത്തും. ട്രൂ ക്രിസ്ത്യാനിറ്റിയെ വെളിപ്പെടുത്തും. നിങ്ങൾ ആരുടെ അടിമയെ പോലെ അല്ല ഇരിക്കാൻ പോകുന്നത്. നിങ്ങൾ രാജാതി രാജാവിന്റെ മക്കളാണെന്ന് നിങ്ങളുടെ ഓഫീസിൽ വെളിപ്പെടും, നിങ്ങളുടെ ഫാക്ടറിയിൽ വെളിപ്പെടും, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വെളിപ്പെടും, നിങ്ങളുടെ ജോലി സ്ഥലത്ത് വെളിപ്പെടും, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ വെളിപ്പെട്ടിരിക്കും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് വെളിപ്പെടും. ഇന്ന് മുതലുള്ള യാത്ര is a marvelous journey. We are going to do something wonderful and powerful in the presence of God. We want to walk with God. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. ഞാൻ 100% വിശ്വസിക്കുന്നു,
നിങ്ങൾ ഇത് മാറ്റം തുടങ്ങി കഴിയുക. Can you imagine these all things in your heart? ഒരു നിമിഷം നിങ്ങൾക്ക് ഇതെല്ലാം ഹൃദയത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? Just you heard a lot. Jesus 18 years never did any ministry. What was എന്തായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്? Was united with the Father God. ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? What is the meaning? I have to be in the business with my Father. What is the business with Father God? From the beginning onwards, face to face with God. What was Jesus doing in the 18 years? 18 years യേശു എന്ത് ചെയ്തു? United with the Father God, and 30 years he'll come out and prove that he was with the Father God. And heaven declared, this is my beloved Son, whom I am well pleased. 18 വർഷം എന്ത് ചെയ്യുന്നു ചോദിച്ചു. മറുപടി ഫാദർ പറഞ്ഞു, എൻ്റെ പ്രിയപുത്രൻ ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. The last 18 years he was with me. I was with him face to face. Once we were face to face as a word, but as an incarnated Son, the 18 years he was with me, or the 30 years he was with me, and he is going to produce the result 3 years. 3 വർഷം കൊണ്ട് 30 വർഷം ഇരുന്നതിന്റെ തെളിവ് വെളിപ്പെടുത്താൻ പോവുക. 30 വർഷം അപ്പന്റെ കൂടെ ഇരുന്നവൻ 3 വർഷം കൊണ്ട് അതിന്റെ റിസൾട്ട് ലോകത്തിന് കാട്ടിക്കൊടുത്തു. You know why resurrection? Why resurrection? Just because he indwelled with the Father God. That's all. Amen. പിതാവിന്റെ കൂടെ ഒന്നായിട്ടിരുന്നതിന്റെ റിസൾട്ടാ റിസറക്ഷൻ. എന്ന് പറഞ്ഞാൽ മരണത്തിന് പോലും ആളിനെ അവസാനിപ്പിക്കാൻ പറ്റില്ല. കാരണം മരണത്തിലും ബന്ധം മാറിയിട്ടില്ല. Why we are going to resurrect? Mystical saints, listen to me. Why we are going to resurrect one day? Because we are united with the Father God. മരണം കൊണ്ട് യൂണിറ്റി മാറത്തില്ല. Mystical unity will not cease with the death. Why Jesus resurrected on the third day? Father was with my Son. അതുകൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പിന്നെ പഠിക്കാം. പിതാവും പുത്രനും ഒന്നായിരുന്നത് കൊണ്ടാണ് 3-ാം നാളിൽ അവൻ പുറത്തു വന്നത്. Hallelujah. Paul എല്ലാവരുടെ ലൈഫ് എടുത്തു, എല്ലാ ലൈഫ് എടുത്തു. പോൾ ദൈവം അവനെ വിളിച്ചു ദമസ്കസിൽ വെച്ച്. He was not there. 3.5 years he was in the wilderness. Mystic. സുവിശേഷം പഠിക്കാൻ എവിടെ പോകണം? യെരുശലേമിന്റെ ബൈബിൾ സ്കൂളിലല്ലേ പോണ്ടേ? പത്രോസിന്റെ അടുക്കലല്ലേ പോണ്ടേ? എന്താ പത്രോസിന്റെ അടുക്ക പോഞ്ഞ്? മിനിസ്ട്രി ആരംഭിക്കേണ്ടത് ചരിത്രം അറിയുന്നവന്റെ അടുത്ത് നിന്നല്ല. മിനിസ്ട്രി ആരംഭിക്കേണ്ടത് മരുഭൂമിയിൽ ദൈവത്തോട് ഒരുമിച്ചുള്ള വാസത്തിലാണ്. 3.5 വർഷം പൗലോസ് മരുഭൂമിയിലിരുന്നു. ആരുമില്ല, ഒറ്റയ്ക്കിരുന്നു. 3.5 വർഷം. He united with the Father God and he came back perfectly. He done the ministry, and God is rising such a powerful people in this school. ഞാൻ പറഞ്ഞത് ഇതെന്റെ ഹാർട്ട് ഞാൻ ഓപ്പൺ ആക്കുന്ന സ്ഥലമാണ്. I don't have to, എനിക്ക് ഒരു ബുദ്ധിയും ഒരു തിയറിയും ഞാൻ പറയത്തില്ല. കഴിഞ്ഞ കുറേ നാളുകൾ ദൈവത്തിന്റെ കർത്താവിന്റെ ഉള്ളിൽ തന്നത് ഞാൻ തുറക്കുന്ന ഇടമാണ്. We want to walk with the Lord. I want to know God. ഒരു കാര്യം മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു, ലോർഡ്, ദൈവത്തെ അറിയുന്നവരായി, ദൈവം അറിയുന്നവരായി നമുക്ക് ജീവിക്കണം. എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? എനിക്ക് ദൈവത്തെ അറിയണം, ദൈവത്തിന് എന്നെ അറിയണം. അത്ര ലോകം എന്നെ അറിയണ്ട. ലോകം ഈ ചിന്തകളെല്ലാം മാറ്റി. എന്നെ വേൾഡ് അറിയണം, 5 പൂവണ്ട, ഒന്നും വേണ്ട, എല്ലാം എടുത്തു കളഞ്ഞ്. ആരും അറിയണ്ട. ദൈവം നിങ്ങളെ അറിയണം, നിങ്ങൾ ദൈവത്തെ അറിയണം. ഈ 2 മോട്ടീവ് മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ. നമ്മൾ ഈ യാത്രയെ തുടരാൻ പോകും. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. ഒരുമിച്ച് നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ പോകും. എവ്രിബഡി. നമ്മൾ ഇന്ന് കേട്ടതായ ഒരുപാട് ചിന്തകളുണ്ട്. ഓരോന്നോരോന്നായി ദൈവമേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. എനിക്ക് ബൈബിളിൽ അങ്ങേ അറിയാം, ഏലിയാവിൻ്റെ ദൈവത്തെ അറിയാം, മോശയുടെ ദൈവത്തെ അറിയാം. പക്ഷെ എനിക്ക് അങ്ങ് എൻ്റെ ദൈവമാകണം.
അങ്ങ് എൻ്റെ ദൈവമാകണം. അങ്ങ് തോംസന്റെ ദൈവമാകണം, ജെയിംസിന്റെ ദൈവമാകണം, സുമയുടെ ദൈവമാകണം, ഗിബ്സന്റെ ദൈവമാകണം, ഷാലിയുടെ ദൈവമാകണം, അനൂപിന്റെ ദൈവമാകണം, ടിജിയുടെ ദൈവമാകണം. ഞങ്ങൾക്ക് ഏലിയാവിന്റെ ദൈവമല്ല അറിയേണ്ടത്, ഞങ്ങളുടെ ദൈവം. We want to know you, God, personally. We want to know you, God. We want to walk with you. ഞങ്ങൾക്ക് അങ്ങേ അറിയണം. ഞങ്ങൾ പുസ്തകത്തിലൂടെ അങ്ങേ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അതല്ല വേണ്ടത്. ഞങ്ങൾക്ക് അനുഭവത്തിലൂടെ അറിയണം. ഞങ്ങൾ അനുഭവത്തിലൂടെ അറിയണം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ഞങ്ങളോട് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് അങ്ങേ രുചിച്ചറിയണം. We want to know you, God. Help us to understand this truth, Lord. Open our inner man to receive all these revelations, Lord. Open up our heart, Lord. Illuminate our heart, Lord. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു, ലോർഡ് ജീസസ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ ജനതയെ ഞാൻ ആശീർവദിക്കുന്നു. നാളെ മുതൽ ഞങ്ങൾ ആരംഭിക്കുന്ന ദൈവവചനത്തിന്റെ ആഴമേറിയ പഠനങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത മനോഹരവും ശ്രേഷ്ഠവുമായ നിമിഷങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം അനുഗ്രഹിക്കട്ടെ.